എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സമ്രാട്ട് എന്നുള്ള ശബ്ദം എങ്ങനെയാണ് ഉണ്ടായത് എന്നത് ചിന്തിക്കുകയാണ് ഉണ്ടായത്. അത് സമ എന്നുള്ള ഒരു ഉപസർഗമാണ്. അതിൽ നിന്ന് ക്യുപ്പ് പ്രത്യയം വന്ന റാട്ട് ശബ്ദം പരവരിക്കുന്നു. സമ റാട്ട്. ഈ റാട്ട് എന്നുള്ള ശബ്ദത്തിന് ദീപ്തിയുള്ളവൻ എന്നാണ് അർത്ഥം. രാജൃ ദീപ്തൗ എന്നുള്ള ധാതുവിൽ നിന്നാണ് ഈ രൂപം ഉണ്ടായത്. അതുകൊണ്ട് നല്ല ശോഭയുള്ള ആള് എന്നാണ് റാട്ട് എന്നുള്ളതിന് അർത്ഥം. അത് സമുപസർഗമാകുമ്പോൾ ഒന്നുകൂടി വിശിഷ്ടാവും. അപ്പോ സമ്രാട്ട് എന്നുള്ള സ്ഥലത്തെ മകാരത്തിന് ഇപ്പൊ നമ്മൾ പഠിച്ച നിയമം വെച്ച് നോക്കുകയാണെങ്കിൽ മോനുസ്വാരഹ എന്നുള്ള സൂത്രം കൊണ്ട് അനുസ്വാരം വരാം. അത് ഇവിടെ പ്രവർത്തിക്കില്ല. അതായത് മകാരാന്തമായ ശബ്ദത്തിന് വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. മ എന്ന അക്ഷരത്തിൽ അവസാനിക്കുന്ന ശബ്ദങ്ങൾക്ക് ഏതേതെല്ലാം സാഹചര്യങ്ങളിൽ എന്തെന്തെല്ലാം മാറ്റങ്ങൾ വരും എന്നാണ് ചിന്തിക്കുന്നത്. അപ്പൊ പറയാണ്, സമ എന്ന പദത്തിൽ നിന്ന് റാട്ട് എന്നുള്ള ശബ്ദം പരമിരുന്നാൽ എന്ത് വരില്ല? മകാരത്തിന് ഒരു മാറ്റവും വരില്ല. മകാരം മകാരമായിട്ട് തന്നെ അവശേഷിക്കും. അങ്ങനെയാണ് സമ്രാട്ട് എന്നുള്ള രൂപം ഉണ്ടായത് എന്നാണ്. ഇതാണ് അവസാനമായിട്ട് നമ്മൾ പറഞ്ഞത്. മോ രാജി സമ കൗ എന്നുള്ള സൂത്രം. ആ സ്ഥലത്തെ മഹ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മകാരത്തിന് എപ്പോൾ രാജി റാട്ട് എന്നുള്ള ശബ്ദത്തിന്റെ സപ്തമി ഏകവചനാണ് രാജി. റാട്ട് രാജവും രാജഹ എന്നാണ് രൂപം ചൊല്ലേണ്ടത്. അത് ഒറ്റയ്ക്ക് വരില്ല. എപ്പോഴും സമ്രാട്ട് സമ്രാജവും സമ്രാജഹ എന്നാണ് വരിക. അതിന് ഏകദേശമായിട്ട് രാജി എന്ന് എടുത്തോന്നേ ഉള്ളൂ. രാട്ടിന്റെ സപ്തമി ഏകവചനാണ്. അപ്പോ നിട്ട് നിശൗ നിശഹ എന്ന രൂപമുണ്ട്. അതിന്റെ സപ്തമി എന്താന്ന് ചോദിച്ചാൽ നിശി എന്നാണ്. അതേപോലെ ഇവിടെ രാജി എന്ന് വന്നു. അതാണ് രണ്ടാമത്തെ വാക്ക്. സമഹ, തമ്മിൽ നിന്ന് എന്നർത്ഥം വിട്ട് സമഹ പഞ്ചമിയായിട്ട് പറഞ്ഞു. കൗ കൗ എന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ക്യുബന്ധമായ റാട്ട് ശബ്ദം എന്ന് പറയാം. അതായത് ക്യുപ്പ് എന്നൊരു പ്രത്യയമുണ്ട്. ആ പ്രത്യയം സർവലോപിയാണ്. പ്രത്യയം വരും, അത് ലോപിച്ചു പോവുകയും ചെയ്യും. പക്ഷേ പ്രത്യയം വന്നു കഴിഞ്ഞാൽ ആ പദത്തെ നമ്മൾ എന്താക്കി മാറ്റും? അത് അന്തത്തിലുള്ളതാണ് എന്ന് പറയും. അങ്ങനെ പദത്വം സാധിക്കും. അതിനുവേണ്ടിയാണ് ക്യുപ്പ് ചേർക്കണം എന്ന് പറയുന്നത്. ആ 4 പദങ്ങളും ഇങ്ങനെയുള്ളതാണ് എന്ന് പറഞ്ഞു. എന്നിട്ട് അർത്ഥം പറയാണ്, ക്യുബന്തേ രാജതൗ പരേ. ക്യുബന്ധമായ റാട്ട് ശബ്ദം പരവിരിക്കുമ്പോൾ സമഹ മസ്യ, സമ എന്നതിൻ്റെ മകാരത്തിന് മയേവ സ്യാത്, മയേവ സ്യാത്, മകാരം തന്നെ വരും, ഒരു മാറ്റവും അവിടെ വരില്ല. അപ്പൊ ഇവിടെ ഏവ എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? നിർദ്ധാരണം, നിർദ്ധാരണം ചെയ്യാണ്, എന്നുവെച്ചാൽ ഒരു ഉറപ്പിക്കലാണ് എന്നർത്ഥം. മകാരത്തിന് മകാരം തന്നെയേ വരൂ എന്ന് പറയാനാണ് ഏവ എന്നുള്ള ശബ്ദം പ്രയോഗിച്ചത്. അപ്പൊ ക്യുബന്ധമായ റാട്ട് ശബ്ദം പരമിരിക്കുമ്പോൾ സമ്മിന്റെ മകാരത്തിന് മ മാത്രമേ വരികയുള്ളൂ. അനുസ്വാരമോ പരസവർണമോ ഒന്നും അവിടെ പ്രവർത്തിക്കില്ല എന്ന്. ഇതുവരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തു വെച്ചത്. ഇനി ഇങ്ങനെ പറയാൻ പോണെന്താ ചെല്ലോ, ഈ മകാരത്തിന് തന്നെ ഹകാരം പരമിരിക്കുമ്പോൾ എന്ത് വരും? അതേപോലെ ഹകാരത്തിന് ശേഷം യാവാലാകൾ വരികയാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യമാണ് അടുത്ത 1-2 സൂത്രങ്ങളെ കൊണ്ട് ചിന്തിക്കുന്നത്. അപ്പൊ ആദ്യത്തെ സൂത്രം എന്താ നോക്കാം. ഹേ മപരേ വാ എന്നാണ്. ഹേ ഹേ മപരേ, മകാരം പരത്തിലുള്ളപ്പോൾ ഹേ മപരേ. അപ്പോ മകാരം പരത്തിലുള്ള ഹകാരം അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. പക്ഷേ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ വേഗം മനസ്സിലാവുകയും ചെയ്യും. ബ്രാഹ്മണൻ എഴുതുമ്പോൾ
ആദ്യം നമ്മൾ ഹ എന്ന് എഴുതും, അതിന്റെ പകുതി ഭാഗം, പിന്നെ മ എന്ന് എഴുതും. അപ്പൊ ഈ വാക്ക് ഇപ്പൊ എങ്ങനെയുള്ളതാണ്? മകാരം പരത്തിലുള്ള ഹകാരാണ്. ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ചിഹ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? മകാരം പരത്തിലുള്ള ഹകാരമാണ് ചിഹ്നം എന്ന് പറഞ്ഞാൽ. അപന്യുതി എന്ന് പറഞ്ഞാൽ എന്താണ്? നകാരം പരത്തിലുള്ള ഹകാരാണ് അവിടെ ഉള്ളത്. ഇത്ര എളുപ്പത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. മകാരം പരമിരിക്കുന്ന ഹകാരം, അതാണ് ഹേമപരേ എന്നതിന്റെ അർത്ഥം. അത് പരത്തിലുള്ളപ്പോൾ മസ്യ, മസ്യ മകാരസ്യ, മോ വാസ്യ, മകാരം പക്ഷേ വികല്പവിധിയാണ്. മകാരം പക്ഷേ വരും. ഇനി അത് വന്നില്ലെങ്കിലോ മോനുസ്വാരഹ എന്ന സൂത്രം കൊണ്ട് അനുസ്വാരവും വരും. ഇതാണ് ഈ സൂത്രം കൊണ്ട് പറയുന്നത്. അതായത് മകാരപരമായുള്ള ഹകാരം പരമിരിക്കുമ്പോൾ, അഥവാ മകാരം പരത്തിലുള്ള ഹകാരത്തോടു കൂടിയ പദമാണ് ഉത്തരമായിട്ടിരിക്കുന്നത് എങ്കിൽ അവിടെ എന്താകുന്നു? മകാരത്തിന് പക്ഷേ മകാരം വരും, അല്ലെങ്കിൽ അനുസ്വാരം. എന്താ ഉദാഹരണം കണ്ടോ? കിം മലയതി എന്നാണ്. കിം മലയതി എന്ന് ചോദിച്ചു. അവിടെ മകാരമുണ്ട്, കിമ എന്നുള്ളൊരു മകാരമുണ്ട്. മലയതി എന്നുള്ള പ്രത്യേകത എന്താ? അവിടെ ഹകാരവും ഉണ്ട് മകാരവും ഉണ്ട്. ഹകാരപരമായ മകാരത്തോട് കൂടിയതാണത് എന്നർത്ഥം. മപരമായുള്ള ഹകാരമാണ്. പാണിനിയുടെ ഭാഷയിൽ പറയുമ്പോൾ മ പരത്തിലുള്ള ഹകാരമാണ് എന്നർത്ഥം. കിം മലയതി എന്നൊരു പണ്ഡിതി. അത് വന്നില്ലെങ്കിലോ മോനുസ്വാരഹ എന്ന സൂത്രം കൊണ്ട് അനുസ്വാരം വന്ന് കിംന്ന് അനുസ്വാരായിട്ടും നമുക്ക് എഴുതാം. അനുസ്വാരം മകാരത്തിന് അനുസ്വാരം എഴുതുക, മകാരത്തിന് മകാരം എഴുതുക തുടങ്ങിയ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് നമ്മളിപ്പോ മനസ്സിലാക്കുക. അപ്പൊ നമ്മൾ നാരായണീയത്തിലെ ഒന്നാമത്തെ പദ്യം എല്ലാവർക്കും അറിയുന്ന പദ്യമാണ്. സാന്ദ്രാനന്ദാവബോധാത്മകം എന്നുള്ളിടത്ത് ഒരു അനുസ്വാരം ഉണ്ട്. അത് കഴിഞ്ഞ അടുത്ത വാക്ക് അനുപമിതം എന്നാണ്. അപ്പോ എന്ത് വന്നു എന്ന് ചോദിച്ചാൽ, ആ അനുപമിതം തുടങ്ങിയത് കൊണ്ട് അകാരം സ്വരാക്ഷരാണ്. അപ്പോ ഇപ്പുറത്തുള്ള വാക്ക് അനുസ്വാരം എഴുതാൻ പാടില്ല. അവിടെ എന്ത് ചെയ്തോളൂ? മകാരം എഴുതിക്കോളൂ. അപ്പൊ നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കുമ്പോൾ എന്തേ കാണുള്ളൂ? സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം എന്നേ കാണുള്ളൂ. അത് കഴിഞ്ഞിട്ട് അടുത്ത വരി നോക്കാം. കാലദേശാവധിഭ്യാം നിർമുക്തം, അവധിഭ്യാം എന്നുള്ളൊരു അനുസ്വാരം ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നിർമുക്തം എന്നാണ്. അപ്പോ അനുസ്വാരമേ അവിടെ എഴുതാൻ പാടുള്ളൂ, ഒരിക്കലും മകാരം എഴുതാൻ പാടില്ല. കാരണം അത് വ്യഞ്ജനാക്ഷര. അതാണ് അടുത്ത കാര്യം. കാലദേശാവധിഭ്യാം നിർമുക്തം, അപ്പൊ അവിടെയും അനുസ്വാരം കണ്ടു. നിത്യമുക്തം, അതും വ്യഞ്ജനത്തിൽ ആരംഭിക്കുന്നതാണ്, അനുസ്വാരം കണ്ടു. നിത്യമുക്തം. പിന്നെന്താണ്? നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം. എല്ലാ സ്ഥലത്തും അനുസ്വാരം കാണും. നിങ്ങളുടെ പുസ്തകത്തിൽ ഇതിങ്ങനെ കാണാൻ വഴിയുള്ളൂ. അവിടെ എവിടെയെങ്കിലും മകാരം കണ്ടുപോയാൽ ആദ്യത്തെ ഒരു സ്ഥലത്ത് മാത്രമേ മകാരം ഉണ്ടാവുള്ളൂ എന്നർത്ഥം. ഇനി അസ്പഷ്ടം അനുസ്വാരാണ്, കാരണം ദൃ എന്നാണ് തുടങ്ങുന്നത്. ദൃഷ്ടമാത്രേ. പിന്നെന്താണ്? അസ്പഷ്ടം പുനരുരു പുരുഷാർത്ഥാത്മകം അനുസ്വാരാണ്. ബ്രഹ്മതത്വം അവിടെ അനുസ്വാരാണ്. തത്താവദ്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ അന്തഭാഗ്യം അനുസ്വാരാണ്. ജനാനാം അവിടെ എന്താണ്? അത് പദം ശ്ലോകം അവസാനിക്കുന്നതാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? മകാരം എഴുതാം. ഒരു വാക്യം അവസാനിക്കുന്ന സമയത്ത് മകാരം എഴുതാം. ഈ ശ്ലോകം അവസാനിക്കുന്ന ഭാഗം ആയതുകൊണ്ട് ജനാനാം എന്നുള്ള സ്ഥലത്ത് മാത്രം മകാരം അനുവദനീയാണ് എന്നാണ്. ഇതാണ് നമ്മൾ ഈ പദ്യം പുസ്തകത്തിൽ എഴുതി കാണുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ എന്ന് പരിശോധിക്കണം. ഇതാണ് നമ്മൾ ഈ മോനുസ്വാരഹ എന്നുള്ള വളരെ ലളിതമായിട്ടുള്ള സൂത്രത്തിന്റെ എന്താണ് മണ്ഡലം. ഇതുപോലെ ഏത് ശ്ലോകം നമ്മൾ നോക്കുകയാണെങ്കിലും
കസ്തൂരീ തിലകം ലലാടഫലകേ വക്ഷസ്ഥലേ കൗസ്തുഭം. കസ്തൂരി തിലകം എന്ന് കഴിഞ്ഞാൽ അനുസ്വാരം എഴുതാൻ പാടുള്ളൂ, മകാരം എഴുതരുത്. കൗസ്തുഭം എന്ന് പറയും, മകാരം എഴുതാൻ പാടില്ല. വക്ഷസ്ഥലേ കൗസ്തുഭം നാസാഗ്രേ നവമൗക്തികം. നവമൗക്തികം കാരണം കരതലേ എന്നാണ് അടുത്ത തുടങ്ങണത്. കരതലേ വേണു കരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം ചകലയൻ കണ്ഠേ ച മുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയത്തെ ഗോപാലചൂടാമണി. ആ പദ്യമൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെ ഈ സൂത്രങ്ങളൊക്കെ അതിലേക്ക് അങ്ങോട്ട് ലയിച്ചു വരികയാണ്. നീ ആരും ശ്രദ്ധിക്കേണ്ട ഇതൊന്നും, പക്ഷെ ഇതൊക്കെ ഉണ്ട് അവിടെ. എന്തുണ്ട്? ഈ അനുസ്വാരം ചേർക്കേണ്ട സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മകാരം ചേർക്കേണ്ട സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം. ഒരു പദ്യം കൂടി പറഞ്ഞുതരാം, എന്നാ വേഗം മനസ്സിലായിക്കോളൂ. എളുപ്പമുള്ള പദ്യമാണ്. ന ജനം ന ധനം ന സുന്ദരിം കവിതം വാ കമലേശ കാമയേ. ന ജനം, ആദ്യത്തെ ജനം അനുസ്വാരം എഴുതാൻ പാടുള്ളൂ. ന ധനം അനുസ്വാരം എഴുതാൻ പാടുള്ളൂ. ന ജനം ന ധനം ന സുന്ദരീം, സുന്ദരീം എന്നുള്ളിടത്തും അനുസ്വാരം എഴുതാൻ പാടുള്ളൂ. എന്താണ്? ന ജനം ന ധനം ന സുന്ദരീം കവിതാം വാ, കവിതയെയും അനുസ്വാരം. കമലേശ കാമയേ, ഹേ കമലേശ അഹം ന കാമയേ. ഇതൊന്നും ഞാൻ ആഗ്രഹിക്കണില്ല, എന്തെന്നും വേണ്ട. ജനം ഇതിൻ്റെ കൂടെ ഇങ്ങനെ നടക്കണമെന്നോ കൂടെ ഉണ്ടാവണമെന്നോ ഞാൻ ആഗ്രഹിക്കണില്ല. ധനം അതും എനിക്ക് മോഹമില്ല. ഇനി സുന്ദരിയായ ഒരാളെ കൂടെ അതും മോഹമില്ല. പിന്നെയോ കവിത എഴുതിയിട്ട് പേരെടുത്ത് കളയാന്ന് അതും എനിക്കൊരു അങ്ങനെ ഒരു ആഗ്രഹമില്ല. ന ജനം ന ധനം ന സുന്ദരിം കവിതാം വാ കമലേശ കാമയേ. എനിക്കൊരു മോഹമുള്ളൂ. മമ ജന്മനി ജന്മനീശ്വരേ ഭവതാത് ഭക്തിരഹൈതുകി ത്വയി. മമ ജന്മനി ജന്മനി, എനിക്ക് വരാൻ പോകുന്ന എല്ലാ ജന്മത്തിലും, എനിക്കുള്ള ജന്മങ്ങളിൽ, ഇനി ഇവിടെ ഞങ്ങളുടെ ജന്മമുണ്ട് എങ്കിൽ അതിൽ ജന്മനി ഈ ഈശ്വരേ ത്വയി, ഈശ്വരനായ അങ്ങയിൽ എന്തിട്ടാവട്ടെ ഭക്തി ഭവതാ, ഭക്തി ഉണ്ടാവട്ടെ. എനിക്കിതൊരു മോഹമുണ്ട്. ഇനിയുള്ള എല്ലാ ജന്മത്തിലും അങ്ങയിൽ ഭക്തി ഉണ്ടാവണം. ഇതാണ് എൻ്റെ മോഹം. ഇനി അതെങ്ങനെയുള്ള ഭക്തിയാണ് എന്നാണ് അടുത്ത് പറയുന്നത്. അഹൈതുകീ, ഒരു ഹേതുവും പറയാൻ പറ്റാത്ത ഭക്തിയാണ്. ഹേതു എന്താണ് എന്ന് ചോദിച്ചാൽ ഇല്ലാത്തത്. സാധാരണ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഭക്തിക്ക് ഹേതു ഉണ്ടാവും. കാര്യസാധ്യത്തിന് വേണ്ടിയാണ് ഭക്തി എന്നർത്ഥം. കാരണം അവിടെ പോയി പറയണത് എന്താണ്? നമ്മുടെ ആഗ്രഹങ്ങളാണ്, അത് സാധിച്ചു തരണം, അതാണല്ലോ പറയണത്. അപ്പോൾ അത് കാര്യമാണ്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും സാധാരണഗതിയിൽ പറയണ സമയത്ത്, പ്രാർത്ഥിക്കണ സമയത്ത് ഓരോ എന്തെങ്കിലും നേടിയാൽ കൊള്ളാം എന്നൊരാഗ്രഹം ഉണ്ടാവും. എനിക്കതൊന്നുമില്ല എന്ന് പറയാം. എനിക്ക് അങ്ങയിൽ ഭക്തി മാത്രം തരണം എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നൊരു പദ്യം. അതിലും ഈ അനുസ്വാരത്തിന്റെ കളിയുണ്ട്. ന ജനം ന ധനം ന സുന്ദരിം കവിതം വാ കമലേശ കാമയേ മമ ജന്മനി ജന്മനീശ്വരേ ഭവതാ ഭക്തിരഹൈതുകി ത്വയി. ഇനി വേണ്ട, നമ്മൾ ഒന്നാമത് ഈ സഹസ്രനാമം ചൊല്ലുന്ന ആൾക്കാർക്ക് അറിയാലോ, അനുസ്വാരം കൊണ്ടുള്ള കളിയല്ലേ ആദ്യത്തെ പദ്യത്തിന് മുഴുവുള്ളത്. എല്ലാ പദവും അങ്ങനെയൊക്കെ തിരിയാന്തങ്ങളാണ്. അപ്പൊ അനുസ്വാരം വരാതെ നിർത്തില്ല. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം. പുസ്തകത്തിൽ ഇവിടെ ഒക്കെ അനുസ്വാരമൊക്കെ എഴുതിയിട്ടുണ്ടാവും. വിശ്വാകാരം ഗഗന സദൃശം യോഗിഭിർധ്യാനഗമ്യം. പിന്നെ അവസാനം പറയണ്ടേ, വന്ദേ വിഷ്ണു ഭവഭയഹരം സർവലോകൈകനാഥം. എല്ലാ വരിയിലും അനുസ്വാരങ്ങളെ കൊണ്ട് അങ്ങോട്ട് നിറച്ചു വെച്ചിരിക്കുകയാണ്.
ഏതാ സൂത്രം എന്ന് ചോദിച്ചാൽ സംശയിക്കരുത്, മോനുസ്വാര എന്ന സൂത്രമാണ്. മാന്തസ്യ പദസ്യ അനുസ്വാര സ്യാദ് ഹരി എന്നുള്ള സൂത്രമാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ വ്യാകരണമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഭാഷയിലേക്ക് അതിനെ കൊണ്ടുപോകുന്നത്. ഇതിപ്പോ ചെറിയൊരു ഉദാഹരണം, ഒരൊറ്റ ഉദാഹരണം ഇപ്പൊ പറഞ്ഞെന്നുള്ളൂ. ഇങ്ങനെ ഏത് സ്ഥലത്തും അത് വർത്തിക്കുന്നുണ്ട് എന്നറിയണം. അപ്പൊ അത് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കും. പക്ഷേ എന്നാ ജനം എന്നുള്ള ആ ശ്ലോകം ഏതിന്നുള്ളതാണ്? അയ്യോ, അതെനിക്ക് അറിഞ്ഞൂടെ. ഇതിങ്ങനെ നമ്മുടെ സുഭാഷിതങ്ങളുടെ കൂട്ടത്തിൽ ആ, ചൊല്ലിക്കേട്ടു. സുഭാഷിതങ്ങളുടെ കൂട്ടത്തില് അല്ലേ? ഓ ശരി ശരി. അതിൽ നമ്മളെ ആഗ്രഹം എന്താണ്? ദ്വിതീയ പറയാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഉണ്ടതിന്. അനുസ്വാരത്തിന്റെ ഉദാഹരണമായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇതിലുണ്ടല്ലോ വന്ദേ മാതരം എന്നുള്ള പദ്യമില്ലേ, വന്ദേ മാതരം, അവിടെ അനുസ്വാരമുണ്ട്. സുജലാം അനുസ്വാരമുണ്ട്, സുഹലാം അനുസ്വാരാണ്, സസ്യശ്യാമളാം അനുസ്വാരാണ്, കോമളാം, പുല്ല കുസുമിത സുമധുര ശോഭിനീം, എല്ലാ സ്ഥലത്തും അനുസ്വാരാണ് എഴുതേണ്ടത്. എപ്പോഴാണോ അനുസ്വാരത്തിന് അപ്പുറത്ത് സ്വരാക്ഷരം വരുന്നത് അവിടെ നിങ്ങൾ ഒരിക്കലും അനുസ്വാരം എഴുതരുത്, മകാരം തന്നെ എഴുതണം. ഇതാണ് ആ പദ്യം നോക്കുമ്പോൾ ഇതൊക്കെ കാണാൻ പറ്റും. ശരി ശരി. ഓക്കെ, ഉദാഹരണം അതിയായി പോയിന്നേ ഉള്ളൂ ഇപ്പോ അല്ലെ, സംശയം ഉണ്ടാവാതെ പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇത് പലർക്കും മുതിർന്ന ആൾക്കാർക്ക് തെറ്റിപ്പോകുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. വലിയ ആൾക്കാർ തന്നെ ചില സ്ഥലത്ത് മകാരം എഴുതും, ചിലപ്പോൾ അനുസ്വാരം ഇടും, സൗകര്യം പോലെ ചെയ്യും. അത് പാടില്ല എന്നാണ്. അടുത്തത് യവല പരേ യവലാവാ, യവല പരേ യവലാവാ. കേട്ട് കഴിഞ്ഞാൽ എന്ത് ഭംഗിയുള്ള സൂത്രം. യാ വാല, അതേപോലെ യാ വാല, വലിയ സൂത്രമുള്ളൂ. യാ വാല എന്നീ അക്ഷരങ്ങൾ എവിടെ വരണം? ഹകാരത്തിൽ നിന്ന് പരമായിട്ട് വരണം. അപ്പോ ഹകാരത്തിന് ശേഷം യകാരമോ വകാരമോ ലകാരമോ ഉണ്ടെങ്കിൽ, നേരത്തെ നമ്മൾ എന്താ പറഞ്ഞത്? മകാരപരമായ ഹകാരം എന്ന് പറഞ്ഞു. ഇപ്പോ യകാരപരമായുള്ള ഹകാരായാലും വകാരപരമായുള്ള ഹകാരായാലും ലകാരപരമായുള്ള ഹകാരമായാലും പക്ഷേ അനുസ്വാരം വരും എന്നാണ് ഇപ്പൊ പറയുന്നത്. യവല പരേ യവലാവാ, ഇതൊരു വാർത്തികാണ്. അതായത് പാണിനീയത്തിൽ പരിഷ്കർത്താവായുള്ള കാത്യായനെ കണ്ടെടുത്ത് എഴുതി തന്നുള്ള ഒരു വാർത്തികാണ് എന്നാണ്. എന്നിട്ട് പറയണം കിം ഹൊലയതി എന്നൊരു വാക്ക്. കിം ഹൊലയതി എന്നാണ്. ഹ്വ എന്നുള്ള സ്ഥലത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടോ, അവിടെ വാന്നാണ്, ഹകാരത്തിന് പരമുള്ള വകാരത്തോട് കൂടിയതാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഈ അനുസ്വാരത്തിന്റെ സ്ഥാനത്ത് വകാരം വരും. അപ്പോ കിവ് ഹൊലയതി, ക്യൂ ഹലയതി എന്നായിട്ട് മാറും. ഇനി അത് എന്താവുകയാണെങ്കിൽ ഹൊലയതി ഉണ്ട്. വേറൊരു പദം പറയുന്നുണ്ട്, കില ഹാദയതി ആയി. കിം ഹാദയതി എന്നുള്ള സ്ഥലത്തെ ലകാരം ഉത്തരത്തിലുള്ള ഹകാരാണ്. അപ്പൊ ആ ലകാരം ഇവിടെ വന്നിട്ട് കില ഹാദയതി എന്നാകും എന്നർത്ഥം. പിന്നെ ഒന്നും കൂടി ഉണ്ട്, കിമ ഹ്യഹ എന്ന രൂപം. കിമ ഹ്യഹ. അപ്പൊ യകാരം പരത്തിലുള്ള ഹകാരാണ്. അതുകൊണ്ട് ഇവിടുത്തെ അനുസ്വാരത്തിന്റെ സ്ഥാനത്ത് യകാരം വന്ന് കിയ ഹ്യഹ എന്നാകും എന്നർത്ഥം. അങ്ങനെ കിയ ഹ്യഹ എന്നും കിം ഹ്യഹ എന്നും രൂപം. കില ഹ്വലയതി എന്നും കിവ് ഹ്വലയതി എന്നും കിം ഹ്വലയതി എന്നും രൂപം. മൂന്നാമത്തത് കിം ഹാദയതി എന്നും കില ഹാദയതി എന്നും രൂപം. വികല്പ വിധിയാണ്. യവല പരേ യവലാവാ എന്നാണ്. ഈ സൂത്രം മുഴുവൻ കിട്ടണമെങ്കിൽ ഹകാരെ അവിടെ നിന്നിട്ട് അനുവർത്തിക്കണം. മുകളിലെ സൂത്രത്തിൽ നിന്ന് ഹകാരം ഇങ്ങോട്ട് അനുവർത്തിക്കണം. എന്നാൽ വേഗം മനസ്സിലാക്കും. യകാര വകാര ലകാരങ്ങൾ പരത്തിലുള്ള ഹകാരമാണെങ്കിൽ എന്നർത്ഥം. അങ്ങനെയുള്ള ഹകാരം ഉണ്ടോ നകാരം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ധാരാളം ഉണ്ട്. ഇപ്പൊ നമ്മൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ വേഗം മനസ്സിലായല്ലോ, മകാരപരമായ ഹകാരാണ് എന്ന് പറഞ്ഞു. സായാഹ്നം എന്ന് പറയുമ്പോൾ എന്താണ്? നകാരം പരത്തിലുള്ള ഹകാരാണ് സായാഹ്നം എന്ന് പറയുമ്പോൾ. അപന്യുതി എന്ന് പറയുമ്പോൾ എന്താണ്? നകാരം പരത്തിലുള്ള ഹകാരത്തിലാണ് അപന്യുതി എന്ന് പറയുന്നത്. ഒരു അലങ്കാരം ഉണ്ടല്ലോ, അപന്യുതി.
നിന്നവം ചെയ്യുക എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കുക എന്നുള്ളതാണ്. ആഹ്ലാദം എന്ന് പറയുമ്പോഴോ ലകാരം പരത്തിലുള്ള ഹകാരാണ്. ഇതൊക്കെ നമ്മൾ കൂട്ടക്ഷരമാകുമ്പോഴാണ് വരുന്നത്. അപ്പോ യാ വ ല എന്നിവ പരത്തിലുള്ള ഹകാരമാണ് പരമായിട്ടിരിക്കുന്നത് എങ്കിൽ, അനുസ്വാരത്തിൽ നിന്ന് പരമായിട്ടിരിക്കുന്നത് എങ്കിൽ, അവിടെ അനുസ്വാരത്തിന്റെ സ്ഥാനത്ത് പക്ഷേ യകാര വകാര ലകാരങ്ങൾ വരും. പക്ഷെ ആ യകാര വകാര എഴുതുമ്പോ ആരുടെ സ്ഥാനത്താണ് ഇത് വന്നത്? അനുസ്വാരത്തിന്റെ സ്ഥാനത്താണ്. അതുകൊണ്ട് ഇവയും അനുസ്വാര ചിഹ്നത്തോടു കൂടി വേണം എഴുതാൻ എന്നർത്ഥം. അതാണ് പുസ്തകത്തിൽ എന്തിട്ടത്? ഈ ലകാരത്തിന്റെ മുകളിലും വകാരത്തിന്റെ മുകളിലും ഒക്കെ ഒരു ചിഹ്നം ഇട്ടുകൊണ്ട് നമ്മൾക്ക് അത് മനസ്സിലാക്കി തന്നിട്ടുള്ളത് എന്നർത്ഥം. അനുനാസികമായുള്ള ചിഹ്നം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യവലപരേ യവലാവ എന്ന് വാർത്തികം. അടുത്ത സൂത്രം നപരേ നഹ. എളുപ്പമാണ്. നപരേ നഹ. നകാരം പരമിരിക്കുന്ന ഹകാരമാണ് എങ്കിൽ, നകാരം പരമിരിക്കുന്ന ഹകാരമാണ് എങ്കിൽ അവിടെ നകാരം വരും, വികല്പമായിട്ട് നകാരം വരും, അല്ലെങ്കിൽ അനുസ്വാരവും വരും. നോക്കാം. നപരേ ഹകാരേ മസ്യ നോവാസ്യാത് കിം ഹ്നുതേ. കിം ഹ്നുതേ എന്നുള്ളത് ഖിന ഹ്നുതേ എന്നായിട്ട് മാറും. കിം ഹ്നുതേ എന്ന് നമ്മൾ എഴുതുന്നു. അതും അനുനാസിക ചിഹ്നിട്ട് വേണം നമ്മൾ എഴുതാൻ. യാ വാരാല എന്ന് എഴുതിയതുപോലെ തന്നെ ഇതും അതിൽ ചേർക്കണം എന്നാണ്. കാരണം അനുസ്വാരത്തിന്റെ സ്ഥാനത്താണ് ഇയാൾ കയറി വരുന്നത്. അതിന്റെ ധർമ്മം അവിടെ കാണിച്ചിരിക്കണം. അപ്പൊ എന്താണിതെന്ന് ഈ സൂത്രങ്ങളെ കൊണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ, മോനുസ്വാരഹ എന്നൊരു സൂത്രം വളരെ സാമാന്യമായിട്ട് വിധിച്ചതിന് ശേഷം ചില അക്ഷരങ്ങൾ പരമിരിക്കുമ്പോൾ ഇതിന് വ്യത്യാസമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി ആദ്യം ഹകാരത്തിന്റെ കാര്യം എടുത്തു പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഹകാരത്തിന് ശേഷം എന്താണ് യാ വാല ഇത് ഉള്ളതാണ് എങ്കിൽ അവിടെ വികല്പമായിട്ട് വരും എന്ന് പറഞ്ഞു. ഹകാരത്തിന് ശേഷം നകാരം ഉള്ളതാണ് എങ്കിൽ അവിടെയും ഇതേപോലെ വികല്പവിധിയാണ് എന്ന് പറഞ്ഞു. ഹേ നപരേ നഹ എന്നൊരു സൂത്രമുണ്ട്. യവലപരേ യവലാവ എന്നൊരു സൂത്രമുണ്ട്. ഹേ മപരേവ എന്നൊരു സൂത്രമുണ്ട്. ഈ ഒരു വാർത്തികവും രണ്ട് സൂത്രവും നിർവഹിക്കുന്ന കാര്യം വളരെ നിസ്സാരമാണ്. അനുസ്വാരത്തിന്റെ സ്ഥാനത്ത് എന്താണ് ആദേശം വരിക എന്നുള്ള കാര്യമാണ് അവർ ചെയ്യുന്നത്. പിന്നെ ക്യുബന്ധമായ രാട്ട് ശബ്ദം പരമിരിക്കുമ്പോൾ സമ്മിന്റെ മകാരത്തിന് ഒരു മാറ്റവും വരില്ല, അത് അങ്ങനെ തന്നെ നിൽക്കും എന്നും നമ്മൾ പഠിച്ചു. അങ്ങനെയാണ് സമ്രാട്ട് എന്നുള്ള രൂപം ഉണ്ടായത് എന്നും പഠിച്ചു. അത്രയും കാര്യങ്ങളാണ് ഇപ്പോ എത്തിയത്. അപ്പൊ എന്ത് മനസ്സിലായി ചോദിച്ചാൽ, സമ്രാട്ടിന്റെ സ്ഥലത്ത് മകാരത്തിന് മകാരം തന്നെയാണ്, മാറ്റില്ല. ഇനി ഹകാരം മകാരവിശിഷ്ടമായുള്ള ഹകാരാണ് എങ്കിൽ, മകാരത്തോട് കൂടിയ ഹകാരാണ് എങ്കിൽ അവിടെ മാ എന്നുള്ളത് പക്ഷേ വരും എന്ന് ഒരു വികല്പവിധി ഉണ്ട്. അതാണ് ഹേ മപരേവ എന്നുള്ളത്. യവലപരേ യവലാവ എന്നുള്ളത് ഇപ്പൊ പറഞ്ഞു. അതേപോലെ നപരേ എന്നും നപരേ നഹ എന്നും പഠിച്ചു. അപ്പൊ നപരം മപരം എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ വിഗ്രഹിക്കുക? എല്ലാ പദത്തിനും വിഗ്രഹമുണ്ട്. നഹ പരഹ യസ്മാത് സഹ നപരഹ. യാതൊന്നിൽ നിന്നാണോ നകാരം പരമായിട്ടുള്ളത് അത് നപരം. അപ്പൊ നപരമായ ഹകാരം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നകാരം പരമായിട്ടുള്ള ഹകാരം. അപ്പൊ സായാഹ്നം എന്നുള്ള സ്ഥലത്തെ എന്താണ്? നകാരം പരത്തിലുള്ള ഹകാരാണ്. പൂർവാഹ്നം എന്നുള്ളിടത്തും അത് തന്നെയാണ്. പക്ഷെ പൂർവാഹ്നം എന്നുള്ളിടത്ത് വേറൊരു കാര്യം കൂടി ഉണ്ട്. അവിടുത്തെ നകാരത്തിന് നത്വം വരും. അങ്ങനെ പൂർവാഹ്നം എന്നേ രൂപം ഉണ്ടാവുള്ളൂ. ആ ഭാഗം സമാസത്തിന്റെ ഭാഗത്ത് വരുന്നുണ്ട്. അപ്പോ പറഞ്ഞു തരാം. അടുത്ത സൂത്രം കേൾക്കാൻ രസമുള്ള ഒരു സൂത്രമാണ്. ഇങ്ങണോഹോ കുക്ക് ടുക്ക് ശരി എന്നാണ്. ഇങ്ങണോഹോ
ങ്ണോഹോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ങകാര നകാരയോഹോ. ങ്ണോഹോ ങച്ച ളച്ച ങ്ണൗ തയോഹോ ങ്ണോഹോ. അപ്പോ ഒരു വാക്ക് ങകാരത്തിൽ അവസാനിക്കുന്നതാണ്. അതേപോലെ വേറൊരു വാക്ക് നകാരത്തിൽ അവസാനിക്കുന്നതാണ്. അതിന് എന്ത് വരും? ആഗമമായിട്ട് ഒരാളെ വിധിക്കാൻ പോവുകയാണ്. അപ്പൊ ആഗമം എവിടെ വരണം എന്നുള്ള കാര്യം ആദ്യം ഒന്ന് ധരിക്കണം. ആ ധാരണയ്ക്ക് വേണ്ടിയുള്ള ഒരു പശ്ചാത്തലം ഒരുക്കുകയാണ് ചെയ്യണത്. ങ്ണോഹോ കുക്ക് ടുക്ക് ശരി എന്നാണ്. ശരി എന്ന് പറഞ്ഞാൽ ശര്യപരത്തിലുള്ളപ്പോൾ. ഇത്രയും വർണ്ണങ്ങളാണ് ശര് ശാശ്വസര് എന്നർത്ഥം. വളരെ 3 ഉള്ളൂ. ഈ 3 പരത്തിലുള്ളപ്പോഴാണ് ഈ പ്രവൃത്തി. ശര് പരത്തിലുള്ളപ്പോൾ. ങ്ണോഹോ ച നകാര നകാരയോഹോ. അപ്പോ നകാര നകാരയോഹോ കുക്ക് ടുകൗ കുക്ക് ച ടുക്ക് ച കുക്ടൗ കുക്ക് ടുകൗ. അത് ദ്വിതീയായിട്ട് പറഞ്ഞതാണ് ഇവിടെ. ങ്ണോഹോ കുക്ക് ടുക്ക് ശരി. ഇനി ഈ കുക്കിന്റെ കാര്യത്തിൽ എത്ര ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട് വാസ്തവത്തില് ആലോചിച്ച് നോക്കണേ. കുക്കില് കകാരം ഹലന്തി എന്നുള്ള സൂത്രം കൊണ്ട് എത്താണ്. ഉകാരം ഉപദേശിയ ജിംനാസിക എന്നുള്ള സൂത്രം കൊണ്ട് ഇത്താണ്. പിന്നെ അതിൽ എന്തേ ഉണ്ടാവുള്ളൂ? ക്ക് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ ടുക്ക് എന്ന് കേട്ടോ, കകാരവും ഉകാരവും ഇത്താണ്. ട് എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ കറി വെക്കുന്ന സമയത്ത് വേണ്ടാത്തതൊക്കെ തെറ്റിക്കളയണത് പോലെ ഈ ആഗമങ്ങളിൽ വിധിച്ച ആഗമത്തിൽ ആവശ്യമില്ലാത്ത അനുബന്ധങ്ങളെ മാറ്റിക്കളയണം. ആവശ്യം ഇല്ലാത്ത അനുബന്ധങ്ങളെ മാറ്റിക്കളയുന്ന വേണം. അതിനെയാണ് തസ്യ ലോപഹ എന്നൊക്കെ നമ്മൾ പഠിച്ചത്. വ്യഞ്ജനങ്ങളെ ലോപിക്കണമെങ്കിൽ ഹലന്ത്യം മതി അവസാനമുള്ള ആളാണെങ്കിൽ. ഇടയ്ക്കുള്ളവര് വേണമെങ്കിൽ ഉപദേശയാചനാസിക ഇത്തൊക്കെ വേണം. അത് രണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. ങ്ണോഹോ കുക്ക് ടുക്ക് ശരി. അപ്പൊ ഇനി എങ്ങനെയാണ് ഇത് മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ആദ്യം പറഞ്ഞത് കുക്ക് എന്നാണ്. ങകാര നകാരയോഹോ, അവിടെ ങകാര ആദ്യം പറഞ്ഞു. അതേപോലെ രണ്ടാമത്തത് കുക്ക് ടുക്ക് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെയും 2 പറഞ്ഞിട്ടുണ്ട്, അവിടെയും 2 പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഏതൊരു ക്രമത്തിലാണോ പറഞ്ഞത് ആ ക്രമത്തിൽ മറ്റേതും സ്വീകരിക്കണം എന്നാണ്. അതാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. യഥാസംഖ്യം അന്വയിക്കണം എന്ന് പറയാണിത്. ഇവിടെയും 2 ഉണ്ട്, അവിടെയും 2 ഉണ്ട്. ഏതുപോലെ നിൽക്കണ്ടോ? അജാവിധനവും ദേവദത്ത യജ്ഞദത്തൗ എന്ന് പറയും. അജാവിധനവും ദേവദത്ത യജ്ഞദത്തൗ. അജ എന്ന് പറഞ്ഞാൽ ആടാണ്, അവി എന്ന് പറഞ്ഞാലും ആടാണ്. ഈ ചെമ്മരിയാട് കോലാട് എന്ന് 2 ഉണ്ടല്ലോ. അതില് അവി എന്ന് പറഞ്ഞാലാണ് ഈ ചർമ്മം മുറിക്കാനൊക്കെ പറ്റിയ, ചർമ്മല്ല അതിന്റെ തുകലൊക്കെ എടുക്കണം ആടാണ് അത്. മറ്റൊരു സാധാരണ ആടാണ് അജ എന്ന് പറയുന്നത്. പക്ഷെ പറയണം എങ്ങനെ? അജാവിധനവും ദേവദത്ത യജ്ഞ, ദേവദത്തനും യജ്ഞദത്തനും ഉണ്ട്. അവർക്ക് അജയും അവിയും ധനാണ്. അതാണ് അവരുടെ മുതല്. അപ്പൊ നമ്മൾ എങ്ങനെ അന്വയിക്കുക? അജ ദേവദത്തനും അവി യജ്ഞദത്തനും. ഇവിടെ ഏതൊരു ക്രമത്തിൽ പറഞ്ഞുവോ അതേ ക്രമത്തിൽ മറ്റേടത്തും നിങ്ങൾ അന്വയിക്കണം എന്നർത്ഥം. ഈ പറഞ്ഞ രീതിക്കാണ് യഥാസംഖ്യം അന്വയം പറയുക, യഥാസംഖ്യം അന്വയം പറയുക എന്നൊക്കെ പറയും. യഥാസംഖ്യം എന്നുള്ള വാക്കിനെ എങ്ങനെയാ വിഗ്രഹിക്കുക? സംഖ്യാം അനതിക്രമ്യ യഥാസംഖ്യം. സംഖ്യയെ അതിക്രമിക്കാതെ ഏതൊരു ക്രമത്തിലാണോ അതിനനുസരിച്ചുകൊണ്ട്. അതാണ് യഥാക്രമം എന്ന് പറയുന്നതും. ക്രമത്തെ തെറ്റിക്കാണ്ട് പറയണം എന്നർത്ഥം. അതാണ് യഥാക്രമം. ശരി. അപ്പോ ങകാര നകാരങ്ങൾ അവസാനത്തിലുള്ള ശബ്ദരൂപങ്ങൾക്ക് ങ്ണോഹോ കുക്ക് എന്നുള്ള രാഗമവും ടുക്ക് എന്നുള്ള രാഗമവും വരും. ഈ സൂത്രം കൊണ്ട് ഇത്രേ പറയുള്ളൂ. ഇനി അടുത്ത സൂത്രം കൊണ്ടാണ് കൂടുതൽ മനസ്സിലാക്കി തരുന്നത്. ഇത് ആര് ആർക്ക് വരും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അത് വേണ്ടിയിട്ട് അടുത്ത സൂത്രം പറയും. ങകാര നകാരയോഹോ
കുക്തുകൗ ആഗമൗ വാസ്തഹ. പക്ഷെ വരും എന്നേ ഉള്ളൂ. ഈ ആഗമം വന്നോളന്നില്ല, വരാൻ സാധ്യതയുണ്ട്. ഇതിനൊരു സന്ധി പ്രവർത്തിച്ചിട്ടുണ്ട്. കുക്തുകാവാഗമൗ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെ പറയണം? കുക്തുകൗ ആഗമൗ എന്നിരിക്കുമ്പോ ഏജോയവായാവഹ എന്ന സൂത്രം കൊണ്ട് ആവാദേശം വന്നിട്ടാണ് കുക്തുകാവാഗമൗ എന്നായിട്ട് മാറിയിരുന്നത്. നമ്മൾ പഠിച്ച സന്ധിയാണത്, ഏജോയവായാവഹ എന്നത്. അതിവിടെ പ്രയോഗിച്ചിട്ടുണ്ട്. ങകാര നകാരയോഹോ കുക്തുകാവാഗമൗ. ആഗമം എന്ന് പറഞ്ഞാൽ എന്താ ചണ്ടോ? മിത്രവത് ആഗമ. സുഹൃത്തിനെ പോലെയുള്ള ആളാണ് ആഗമം. ആദേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ശത്രുവിനെ പോലെയാണ് ആദേശം. അതാണ് അവർക്ക് കൊടുക്കുന്ന ലക്ഷണം. അവർക്ക് ഏകദേശം ശരിയാ. ഇവിടെ ഒരു ആദേശം വരും എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളെ അങ്ങനെ മാറ്റിയിട്ട് ഈ ആൾ അവിടെ കയറിയിരിക്കുമ്പോ അതെന്തായി? ആദേശമായി. എന്നാൽ അവിടെയുള്ള ആളെ ഒരു മാറ്റം വരുത്താണ്ട് അയാളുടെ അടുത്ത് പോയി ഒരു സുഹൃത്തിനെ പോലെ വന്നിരിക്കുകയാണെങ്കിൽ അത് ആഗമമായി എന്നാണ്. ഇതാണ് ആഗമവും ആദേശവും തമ്മിലുള്ള വ്യത്യാസം. രണ്ടും വണ്ണി വിധിച്ചിട്ടുണ്ട്. ധാരാളം ആഗമങ്ങളും ആദേശങ്ങളും ഒക്കെ വിധിച്ചിട്ടുണ്ട്. ആദ്യന്തൗ തഖിതൗ. അതാ ആദ്യന്തൗ തഖിതൗ. ആദിയും അന്തവും. ആദിശ്ച അന്തശ്ച ആദ്യന്തൗ. തഖിതൗ എന്ന് പറയുമ്പോൾ കുറച്ചൊരു പ്രശ്നം കേട്ടോ. തകൗ തകൗ ഇതൗ തഖിതൗ. തകാരം ഇത്തായിട്ടുള്ളത്, കകാരം ഇത്തായിട്ടുള്ളത്. അപ്പൊ തകാരം ഇത്തായിട്ടുള്ളതിനെ ടിപ്പ് എന്ന് പറയും, കകാരം ഇത്തായിട്ടുള്ളതിനെ കിത്ത് എന്ന് പറയും. എളുപ്പമായില്ലേ? ടിത്തും കിത്തുമായുള്ള ആഗമങ്ങളെ കണ്ടു കഴിഞ്ഞാൽ അവരെവിടെയാ വരിക എന്ന് മനസ്സിലാക്കണം എന്ന് പറയാണ്. അത് മനസ്സിലാക്കാനാണ് ആദ്യന്തോ എന്ന് പറഞ്ഞത്. ടിത്തായുള്ള ആഗമങ്ങൾ ആദ്യാവയവമായിട്ട് വരും. ഏതിനാണോ വിധിച്ചിട്ടുള്ളത് അതിന്റെ ആദ്യാവയവമായിട്ടാണ് അത് വരിക. ടിത്തായിട്ടുള്ള ആഗമങ്ങൾ. കിത്തായിട്ടുള്ള ആഗമങ്ങൾ അന്താവയവമായിട്ടാണ്, അവസാനത്തെ ഭാഗമായിട്ടാണ് അത് വരിക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് സ്ഥാനനിർണയം, ആഗമങ്ങളുടെ സ്ഥാനനിർണയമാണ് ഈ പരിഭാഷ കൊണ്ട് സാധിച്ചു തരുന്നത്. ടിത് ഖിതൗ യസ്യ ഉക്തൗ. യാതൊന്നിനാണോ ടിത്തും കിത്തുമായുള്ള ആഗമങ്ങൾ വിധിച്ചിട്ടുള്ളത് അത് ക്രമാത് ആദ്യന്താവയവോ സ്തഹ. അത് ആദ്യാവയവമായിട്ടും അന്താവയവമായിട്ടും പ്രവർത്തിക്കും എന്നാണ്. അപ്പോ ടിത്ത് എന്ന് പറയുന്നത് എന്താകുന്നു? ആദ്യാവയവമാണ്. കിത്ത് എന്ന് പറഞ്ഞാൽ അന്താവയവമാണ്. ആരുടെ? യസ്യ ഉക്തൗ. ആർക്കാണോ അത് വിധിച്ചിട്ടുള്ളത് അതിൻ്റെ എന്നർത്ഥം. ആർക്കാണോ ടിത്തായിട്ടുള്ള ആഗമവും കിത്തായിട്ടുള്ള ആഗമവും വിധിച്ചിട്ടുള്ളത് അതിൻ്റെ ആദ്യ അന്താവയവങ്ങളായിട്ട് ഈ ആഗമങ്ങൾ മാറും. അത് ലേശം ബുദ്ധിമുട്ടുള്ളതാണ് കേട്ട് കഴിഞ്ഞാൽ. അതായത് ആദ്യാവയവം ആരുടേതാണെന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഉദാഹരണം കാണുമ്പോഴോ അത് വേഗം മനസ്സിലാവുകയും ചെയ്യും. ഇപ്പോ ഉദാഹരണത്തിലേക്ക് വരാൻ പോവുകയാണ്. അപ്പൊ വേഗം മനസ്സിലാവും. നോക്കാം. പ്രാങ് ഷഷ്ഠ എന്നൊരു വാക്ക്. പ്രാങ് ഷഷ്ഠ എന്നിരിക്കണം. പ്രാങ് ഷഷ്ഠ എന്നിരിക്കുമ്പോ ഇതിപ്പോ ങകാരത്തിൽ അവസാനിക്കുന്ന ഒരു പദമാണ്. അതേപോലെ സുഗണ് ഷഷ്ഠ എന്നൊരു പദമുണ്ട്. സുഗണ് ഷഷ്ഠ എന്ന് രണ്ടാമത്തെ പദം. അത് നകാരത്തിൽ അവസാനിക്കണം. അപ്പൊ രണ്ടിനും ഉദാഹരണം കിട്ടിയപ്പോ പ്രാങ് നകാരത്തിലുള്ളതും സുഗണ് നകാരത്തിലുള്ളതും. അപ്പൊ നേരത്തെ പറഞ്ഞ സൂത്രം ങ്ങണോഹോ എന്നുള്ളത് ശരിയായി. ഇനി അതിലെന്ത് വരും? കുക്ക് ടുക്ക് എന്നുള്ള രണ്ടെണ്ണം വരും എന്നാണല്ലോ പറഞ്ഞത്. പ്രാങ് എന്നുള്ള സ്ഥലത്ത് അതിന് എന്ത് വരുന്നു? കുക്ക് ടുക്ക് എന്നുള്ള രണ്ടെണ്ണം വരും എന്ന് പറഞ്ഞു. ങകാരത്തിന് കുക്ക്, മറ്റേതിന് ടുക്ക് എന്ന് പറഞ്ഞു.
നോക്കാം. എന്തൊക്കെയാണ് വരിക? പ്രാങ് എന്നുള്ള സ്ഥലത്തെ ആർക്കാണ് വരിക? അദ്യാവയമായിട്ട് കുക്ക് എന്നുള്ള ആഗമം വരും എന്ന് പറയാൻ പോകുന്ന. അപ്പോ ഇങ്ങണോ ഹോ യസ്യ വിഹിതൗ തസ്യ ആദ്യാവയവൗ സ്തഹ എന്നുള്ള സൂത്രം കൊണ്ട് കുക്ക് എന്നുള്ള ആഗമം വന്നിട്ട് പ്രാങ് ക ഷഷ്ഠഃ എന്നിരിക്കും. പ്രാങ് ക ഷഷ്ഠഃ എന്നാണ് കിട്ടി. മറ്റേടത്ത് സുഗണ് ട് ഷഷ്ഠഃ എന്നിരിക്കണം. പ്രാങ് ക ഷഷ്ഠഃ സുഗണ് ട് ഷഷ്ഠഃ രണ്ടും കൃത്യമായിട്ട് മനസ്സിലായി. കാരണകാരങ്ങളിൽ അവസാനിക്കുന്ന പദമാണ്. കുക്കും ടുക്കുമാണ് ആഗമം. അത് രണ്ടും അവിടെ വന്നതായിട്ട് നമ്മൾ കണ്ടു. ഇതാണ്, ഇങ്ങനെയാണ് ഇതിന്റെ സ്ഥാനം നിർണ്ണയിക്കുകയാണ്. എവിടെ വരും എന്നുള്ള കാര്യം നമ്മൾക്ക് ഇതിന്ന് മനസ്സിലാക്കി. അതാണ് ആ പരിഭാഷ പറയുന്നത്. നകാര നകാരയോഹോ കുക്തുകാഗമോ വാസ്തഹ. ശരി, കാരണം ശരീരപരത്തിലുണ്ട്. ഷഷ്ഠഹ എന്നാണ്. ഷ എന്നുള്ള അക്ഷരാണ്, അത് ശരീരത്തിലുള്ളതാണ്. അപ്പോഴാണ് വന്നത്. അപ്പോ പ്രാങ് ക ഷഷ്ഠഹ സുഗണ് ട് ഷഷ്ഠഹ എന്ന് രണ്ട് രൂപം കിട്ടി. അപ്പോഴാണ് വാർത്തീയകാരൻ പറയുന്നത് ഇവിടെ ഈ വർഗപ്രഥമത്തിന്റെ സ്ഥാനത്ത് വർഗദ്വിതീയം വരും എന്ന് പറയാം. അദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യലൈസേഷൻ. വർഗപ്രഥമത്തിന്റെ സ്ഥാനത്ത് വർഗദ്വിതീയം വരും എന്ന് പഠിച്ചു. അപ്പോ എന്താവും? പ്രാങ് ഖ ഷഷ്ഠഃ എന്ന് വരും. സുഗണ് ഢ ഷഷ്ഠഃ എന്ന് വരും. വർഗപ്രഥമം പോയിട്ട് രണ്ടാമത്തതാവും എന്നർത്ഥം. അത് അദ്ദേഹം പറഞ്ഞുള്ള വാർത്ത എങ്ങനെയാ വെച്ചിട്ടുണ്ടോ? ചയോ ചയഹ ദ്വിതീയ ശരി. അതിലെ ദ്വിതീയാണ് ശരിയ. ശരീരപരത്തിലിരിക്കുമ്പോൾ ദ്വിതീയാണ് വരിക. ദ്വിതീയ രണ്ടാമത്തെ വർണ്ണം എന്ന് ആര് പറഞ്ഞു? പൗഷ്കരസാദി എന്ന് പേരായ ഒരു ആചാര്യൻ പറഞ്ഞു. ശയ്യകൾക്ക്, വർഗപ്രഥമങ്ങൾക്ക് ദ്വിതീയാണ് അധികം ഉചിതം എന്ന് പൗഷ്കരസാദി എന്ന ആചാര്യൻ പറഞ്ഞു. ശയഹ ദ്വിതീയാശരി പൗഷ്കരസാദേരിതി വാച്യം എന്നാണ്. അങ്ങനെ വരുമ്പോ പ്രാങ് ക ഷഷ്ഠഃ എന്നുള്ളതിന് പകരം പ്രാങ് ഘ ഷഷ്ഠഃ എന്നാവും. സുഗണ് ട് ഷഷ്ഠഃ എന്നുള്ളതിന് പകരം സുഗണ് ഘ ഷഷ്ഠഃ എന്നാവും. അപ്പോ ഇവിടെ 3 രൂപങ്ങൾ ഉണ്ടാവും. ആദ്യത്തെ രൂപം പ്രാങ് ഷഷ്ഠഃ, അതങ്ങ് ചേർത്ത് എഴുതിയ പ്രാങ് ഷഷ്ഠഃ എന്ന് ഒന്നാമത്തെ രൂപം. കുക്ക് ടുക്ക് എന്നുള്ള ആഗമങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രാങ് ക ഷഷ്ഠഃ എന്ന രൂപം, പ്രാങ് സുഗണ് ട് ഷഷ്ഠഃ എന്ന് രണ്ടാമത്തെ രൂപം. ഈ ദ്വിതീയ വർണ്ണം വരികയാണെങ്കിൽ പ്രാങ് ഖ ഷഷ്ഠഃ എന്നും സുഗണ് ഢ ഷഷ്ഠഃ എന്നും മൂന്നാമത്തെ രൂപം. ഇങ്ങനെ 3 രൂപ എഴുതിയാലും ഇത് ശരിയാണ് എന്നർത്ഥം. 3 രൂപത്തെയും സപ്പോർട്ട് ചെയ്യുന്ന സൂത്രങ്ങൾ സിദ്ധാന്തകൗമുദി, ലഘു സിദ്ധാന്തകൗമുദിയിൽ കൊടുത്തിട്ടുണ്ട് എന്നർത്ഥം. ഏത് സൂത്രമൊക്കെ വേണം? ആദ്യം ങ്ങണോഹോ കുട്ടുക് ശരി എന്നുള്ള സൂത്രം വേണം. അത് കഴിഞ്ഞിട്ട് ഈ സ്ഥാനം നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു? ആദ്യം ദൗട്ടാക്കിട്ടോ എന്നുള്ളൊരു പരിഭാഷ നമ്മൾ ഉപയോഗിച്ചു. പിന്നെ ഈ വാർത്തികം ചയോ ദ്വിതീയാശരി പൗഷ്കരസാദേരി വാച്യം എന്നുള്ള വാർത്തികം പ്രയോഗിച്ചിട്ട് ദ്വിതീയ പ്രയോഗിക്കണം എന്നും അതിൽ പറഞ്ഞു. അപ്പൊ ദ്വിതീയ വികല്പ വിധി ആയതുകൊണ്ട് അവിടെ 2 രൂപവും അങ്ങനെ തന്നെ കിട്ടും. പ്രാങ് ക ഷഷ്ഠഃ എന്നും പ്രാങ് ഘ ഷഷ്ഠഃ എന്നും ശരിയാണ്. സുഗണ് ട് ഷഷ്ഠഃ എന്നും സുഗണ് ഢ ഷഷ്ഠഃ എന്നും ശരിയാണ്. ഈ രാഗമങ്ങൾ തന്നെ വികല്പായതുകൊണ്ട് അത് വന്നില്ലെങ്കിൽ പ്രാങ് ഷഷ്ഠഃ എന്നും ശരിയാണ്, സുഗണ് ഷഷ്ഠഃ എന്നും ശരിയാണ് എന്നാണ്. ഇതാണ് ഈ സൂത്രത്തിന്റെ മനസ്സിൽ. അതായത് ങകാര നകാരങ്ങളിൽ അവസാനിക്കുന്ന ശബ്ദരൂപങ്ങളിൽ നിന്ന് ശാഷാസ എന്നീ വർണ്ണങ്ങൾ പരമരിക്കുമ്പോൾ കുക്കാഗമവും തുകാഗമവും യഥാക്രമം വരും എന്നുള്ളൊരു കാര്യം നമ്മളിപ്പോ പഠിച്ചു. ചയഃ ദ്വിതീയാശരി പൗഷ്കരസാദേരിതി വാച്യം. പൗഷ്കരസാദി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം വെച്ചിട്ടുണ്ടോ? പുഷ്കരം എന്നുള്ള വാക്കിന് അർത്ഥം ജലാശയം എന്നാണല്ലോ. സ്വല്പം തോയമുള്ള ജലാശയാണ്
പുഷ്കരം, അതിൽ ലസിക്കുന്ന ആൾ. അതായത് കുളിക്കുക എന്നുള്ളത് ഒരു ഹോബി ആയിട്ടുള്ള ആളാണ്, എപ്പോഴും വെള്ളത്തിൽ കിടക്കാനാണ് അത്യഷ്ടം, അങ്ങനെയുള്ള ആളാണ്. പുഷ്കരേ ലസത് ഇതി പുഷ്കര ലസത് എന്ന് കിട്ടും. അതിൽ നിന്ന് ഉണ്ടായവൻ എന്നുള്ള അർത്ഥം, അയാളുടെ പുത്രനോ ആ വംശത്തിൽപ്പെട്ടവനോ എന്നുള്ള അർത്ഥമൊക്കെ പറയുമ്പോഴാണ് ഇതെന്തായി മാറുന്നത്, പൗഷ്കരസാദി എന്നായിട്ട് മാറുന്നത്. അപ്പൊ ശരിക്ക് വാക്കിന്റെ അർത്ഥം ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഒരു നീന്തൽക്കാരൻ എന്നൊക്കെ അർത്ഥം കിട്ടും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണ്ട, ഈ സംജ്ഞകളുടെ അർത്ഥത്തിലേക്ക് പോകുന്നതിന് വലിയ സാങ്കത്യമില്ല. കാരണം സംജ്ഞ ചെയ്യുന്ന സമയത്ത് ഇയാൾ ഇങ്ങനെയൊക്കെ ആയിത്തീരും എന്നുള്ളത് വിചാരിക്കാൻ പറ്റില്ലല്ലോ. എന്തൊക്കെയോ ഉദ്ദേശ്യത്തോടു കൂടി നമ്മളൊരു സംജ്ഞ നൽകി, അത് ചിലപ്പോ സംഗതാവും, ചിലപ്പോ എന്താവില്ല, സംഗതാവൂല്ല. ലോകത്തിൽ ധാരാളം അങ്ങനെയൊക്കെ ഉദാഹരണങ്ങൾ കാണാറുണ്ട് എന്നാണ്. പേര് ഒന്നാവും, പക്ഷെ പ്രവൃത്തി നേരെ വിപരീതമാവും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ധാരാളം ഉണ്ട് എന്നാണ്. അപ്പോ പേരിനെ കുറിച്ചുള്ള ഭാഷാ നിയമങ്ങളും കാര്യങ്ങളും കാര്യമായിട്ട് പരിഗണിക്കേണ്ടതായിട്ടില്ല എന്നാണ് പറയുന്നത്. ശയഃ ദ്വിതീയാശരി പൗഷ്കരസാദേരിതി വാച്യം എന്നാണ് അടുത്ത വാക്യം കൊണ്ട് ഇപ്പൊ പറഞ്ഞത്. അങ്ങനെ രൂപം കിട്ടി. ഇനി പറയും ഡസി ധുട്ട്, ഡകാരത്തിൽ അവസാനിക്കുന്ന ഒരു ശബ്ദമാണ്. അതിൽ നിന്ന് സകാരം പരത്തിലുണ്ടെങ്കിൽ എത്ര കൃത്യമായിട്ടാണ് നിൽക്കുന്നത്. ഡകാരത്തിൽ അവസാനിക്കുന്ന ഒരു ശബ്ദം ഉണ്ടാവണം, അപ്പുറത്ത് സകാരത്തിൽ ആരംഭിക്കുന്ന ഒരു പദം ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ധുട്ട് എന്നുള്ള രാഗമം വരും എന്നാ പറയാൻ പോകുന്നത്. ഡസി ധുട്ട് എന്ന്, ഡസി ധുട്ട്. അവിടെ സി എന്നുള്ളത് സപ്തമിയാണ്. കണ്ടു കഴിഞ്ഞാൽ അതിന് ഷഷ്ടിയായിട്ട് മാറ്റിയിട്ട് വേണം അർത്ഥം പറയാൻ. ഡാത്ത് പരസ്യ, ഡകാരത്തിൽ നിന്ന് പരമിരിക്കുന്ന സസ്യ, സകാരത്തിന് ധുടാഗമം വരും. ഡകാരത്തിൽ നിന്ന് പരമിരിക്കുന്ന സകാരത്തിന് ധുടാഗമം വരും. ഒരു പദത്തിന്റെ അവസാനത്തിൽ ഡകാരം ഉണ്ടാവണം, അപ്പുറത്ത് സകാരത്തിൽ തുടങ്ങുന്ന ഒരു വാക്കും ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇടയ്ക്ക് ധുട്ട് എന്നുള്ള ആഗമം വരും. ധുട്ട് എന്നുള്ള ആഗമം ഉകാരവും ടകാരവും ഇട്ടാണ്. ധ എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ, ധനത്തിന്റെ ധ മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഇനി അതിന് ഖരിജ എന്ന സൂത്രം കൊണ്ട് ചർത്തം വന്നാൽ പ്രഥമം വരാം. എങ്ങനെയാണ് രൂപം നോക്കട്ടെ. ഡാത് പരസ്യ സസ്യ ധുട്ട് സ്യാത്. എങ്ങനെയാണ്? വാസ്യാത് എന്നാണ്, വികല്പമായിട്ട് വരും എന്നാണ്. ഡകാര, ഡഹാന്ന് പഞ്ചമിയാണ്. ഡാത് ഡകാര പരസ്യ സസ്യ, സകാരത്തിന് ദുഡാ. ഇപ്പൊ സകാരത്തിനാണ് ദുഡാഗമം വരിക. അപ്പൊ സുഡാഗമ, അതായത് സകാരത്തിന്റെ ആദ്യാവയവമായിട്ടാണ് ഇത് വരിക എന്നർത്ഥം. ഇത്തല്ലേ, അതുകൊണ്ട്. എന്നിട്ട് പറയാണ് ഷട്ട് സന്തഹ എന്നിരിക്കുന്നു. ഷട്ട് സന്തഹ എന്നിരിക്കുമ്പോ ഡകാരത്താണ്. ജസ്തും വരും. ആദ്യം ഷഡ് എന്നിരിക്കണം. ഡകാരം എന്ന് പറഞ്ഞു മാത്രമേ ഉള്ളൂ, അത് ഡ എന്നുള്ളതാണ്. ഷഡ് സന്തഹ എന്നിരിക്കണം. ആദ്യം തന്നെ ഖരിച എന്ന സൂത്രം കൊണ്ട് തത്വം വന്ന് ഷട്ട് സന്തഹ. ഈ ധുഡാഗമം വന്നാലോ ഷട്ട് ധ സന്തഹ എന്നിരിക്കുകയാണ്. ഷട്ട് ധ സന്തഹ. അവിടെ ഒരിക്കൽ കൂടി ഈ ഖരിച പ്രവർത്തിച്ചിട്ട് ധകാരത്തിന്റെ സ്ഥാനത്ത് വർഗപ്രഥമം വന്ന് ഷട്ട് ത സന്തഹ, ഷട്ട് സന്തഹ എന്ന് രൂപം കിട്ടും. ഷഡ് ത സന്തഹ വികല്പവിധിയാണ്. അത് വന്നില്ലെങ്കിൽ ഷഡ് സന്തഹ, ഷഡ് സന്തഹ എന്ന് പ്രഥമമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. സൂത്രം വളരെ എളുപ്പമാണ്. ഡസി ധുട്ട്, ഡാത് പരസ്യ സസ്യ ധുഡാഗമഃ സ്യാത്. കുമാരനാശാൻ പറഞ്ഞിട്ടുണ്ട്, കൽപ്പിച്ചിടുന്നു ഇവിടെ ഇങ്ങനെയാഗമങ്ങൾ എന്നൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പോ ആഗമങ്ങൾ എന്ന് പറഞ്ഞാൽ അവിടെ വേദം എന്നുള്ള അർത്ഥത്തിലാണ് ആശാൻ പ്രയോഗിച്ചത്. പാണിനീയത്തിൽ ആഗമം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വർണ്ണങ്ങളെ കുറിച്ചുള്ള ചില പരാമർശങ്ങളാണ്. ഇവിടെ ഒരു ആഗമം വരും, ധുഡാഗമം വരും.
മുമാഗമം വരും. മുമാഗമം എന്ന രൂപമൊക്കെ ഉണ്ട്. പരന്തപഹ അതായത് മുമ് എന്റെ ഇടയ്ക്ക് കയറി വന്നത് മ എന്നുള്ളത് അതങ്ങനെ വന്നതാ. ധനഞ്ജയ എന്നൊക്കെ എന്ന സ്ഥലത്ത് ഇടയ്ക്ക് കയറി വന്ന ആഗമാണത് എന്നാണ്. അപ്പൊ ആഗമം ആദേശം എന്ന് കണ്ടാൽ പരിഭ്രമിക്കൊന്നും വേണ്ട. അത് ഇന്ന സ്ഥലത്ത് വരും എന്നുള്ള കാര്യം കൂടി കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ടിത്തായുള്ള ആഗമങ്ങളാണെങ്കിൽ ആർക്കാണോ വിധിച്ചിട്ടുള്ളത് അതിന്റെ ആദ്യ അവയവമായിട്ട് വരും എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഈ സൂത്രത്തിൽ ഡാത്പരസ്യ സസ്യ സകാരത്തിനാണ് വിധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സകാരത്തിന്റെ ആദ്യ ഭാഗത്ത് അത് വരും. സകാരത്തിന് മുമ്പിൽ അത് എഴുതണം എന്നർത്ഥം. അങ്ങനെയാണ് ഷട് ത് എന്ന് നമ്മൾ എഴുതിയത്. ഷട് ധ എന്ന് എഴുതി അത് കഴിഞ്ഞിട്ട് ശബ്ദം വന്ന് ഷട് ത് സന്തഹ എന്ന് രൂപം കിട്ടി എന്ന് പറഞ്ഞത്. അത് വന്നില്ലെങ്കിൽ ഷഡ് സന്തഹ എന്നും പറഞ്ഞാൽ മതി എന്നർത്ഥം. 6 സജ്ജനങ്ങൾ എന്നുള്ള അർത്ഥമേ അതിനുള്ളൂ. ഇത് എന്താണ്, ഉദാഹരണം പറയാൻ വേണ്ടിയിട്ടാണ് ഈ വാക്ക് തന്നെ എടുത്തത്. കൂടുതൽ കിട്ടാത്ത ഉദാഹരണം ആയതുകൊണ്ട് അത് പഠിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ്. ഷഡ് സന്തഹ. ഇതേ ആഗമം തന്നെ അടുത്ത സൂത്രം കൊണ്ടും പറയാൻ പോവുകയാണ്. നശ്ച നശ്ച എന്നൊരു സൂത്രം. നാന്താത് പദാന്താത് പരസ്യ സസ്യ ധുട്ട് വാസ്യാത്. നകാരത്തിൽ അവസാനിക്കുന്ന ശബ്ദത്തിൽ നിന്ന് സകാരം പരമിരുന്നാലും ധുട്ട് എന്നുള്ള ആഗമം വരും. ഇപ്പൊ സൻ എന്നൊരു ശബ്ദം. സൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു ശബ്ദം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെയാണ് മനസ്സിലാവുക എന്ന് വെച്ചിട്ടുണ്ടോ? ഈ ധാതുക്കളിൽ നിന്ന് ശതൃപ്രത്യയം പ്രയോഗിക്കാം, ഷാനച്ച് എന്നുള്ള പ്രത്യയം പ്രയോഗിക്കാം. ധാതുക്കളിൽ നിന്ന് ശതൃ ഷാനച്ച് എന്നുള്ള പ്രത്യയങ്ങൾ പ്രയോഗിച്ചാൽ ആ പ്രവൃത്തി ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥം കിട്ടും. അതായത് പ്രവൃത്തി ക്രിയയാണ്. ആ ക്രിയ ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ ഈ ശതൃപ്രത്യവും ഷാനച്ച് പ്രത്യവും പ്രയോഗിക്കും. അപ്പോ ആരിൽ നിന്നാണ് ശതൃപ്രത്യയം വരിക? പരസ്മൈപദ ധാതുക്കളിൽ നിന്ന് ശതൃപ്രത്യയാണ് വരിക. ആത്മനേപദ ധാതുക്കളിൽ നിന്ന് ഷാനച്ച് എന്നുള്ള പ്രത്യയവും വരും. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ ഭൂധാതു ഇപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ഒട്ടും സംശയിക്കേണ്ട, അത് പരസ്മൈപദ ധാതുവാണ്. അപ്പോൾ അതിൽ നിന്ന് ശതൃപ്രത്യയം വന്നാൽ പിന്നെ ഗുണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഭവൻ എന്നുള്ള രൂപം കിട്ടും. അതേപോലെ അസുധാതുവിൽ നിന്ന് ശതൃപ്രത്യയം വന്നാൽ ഉണ്ടാവുന്ന രൂപമാണ് തൻ എന്നുള്ള രൂപം. തൻ സന്തൗ സന്തഹ. പഠധാതുവിൽ നിന്ന് ശതൃപ്രത്യയം വന്നാൽ ഉണ്ടാവുന്ന രൂപമാണ് പഠൻ. പഠൻ പഠന്തൗ പഠന്തഹ എന്ന് നമുക്ക് പറയാം. ഇപ്പൊ പഠിക്കുന്നവൻ എന്നാണ് അതിന്റെ ആദ്യത്തെ അർത്ഥം. അപ്പൊ അതിനെന്തുണ്ടാവും? 7 വിഭക്തി ഉണ്ടാവും, 21 രൂപവും ഉണ്ടാവും. എല്ലാ വാക്കുകളും ശരിയായിട്ട് പഠൻ പഠന്തൗ പഠന്തഹ, പഠന്തം പഠന്തൗ പഠതഹ, പഠധ പഠഭ്യാം പഠദ്ഭിഹി എന്നിങ്ങനെ പറഞ്ഞു പോവുകയും ചെയ്യാം. കൃത്യമായിട്ട് എൻ്റെ അർത്ഥം കിട്ടും. അപ്പൊ പഠന്തം ബാലം അവലോകയത് എന്ന് പറഞ്ഞാൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബാലനെ കണ്ടു. രുദന്തീം ബാലാം ദൃഷ്ട, ബാലാം ദൃഷ്ടം അല്ലെങ്കിൽ ദൃഷ്ട എന്നൊക്കെ പറയുകയാണെങ്കിൽ രുദന്തീം കരയുന്നവളായ കുട്ടിയെ എന്നുള്ള സ്ഥലത്ത് അപ്പൊ എന്തായി? ശത്രന്തമാണ്, സ്ത്രീലിംഗാണ്, അതും സാധിക്കും. അതേപോലെ നപുംസകലിംഗത്തിലും രൂപം ഉണ്ടായിരിക്കും. അപ്പൊ ആത്മനേപദ ധാതുക്കളിൽ നിന്ന് ഷാനച്ചും പരസ്മൈപദ ധാതുക്കളിൽ നിന്ന് ശതൃപ്രത്യവും വന്നു കഴിഞ്ഞാൽ പ്രഥമേലത്തെ രൂപം മിക്കവാറും ഇതുപോലെ ആയിരിക്കും, നകാരാന്തായിരിക്കും എന്നർത്ഥം. അപ്പൊ കൃഞ്ഞ് ധാതുവിന്റെ കാര്യമൊക്കെ വരുമ്പോൾ പ്രശ്നമുണ്ട്. അതെന്താ? അത് ഉഭയപതിയാണ്. അപ്പൊ അതുകൊണ്ട് അതിന് ശത്രന്തവും ഉണ്ട്, ശാനജന്തവും ഉണ്ട്. അങ്ങനെയാണ് കുർവൻ എന്നും പറയാം, കുർവാണഹ എന്നും പറയാം. യജ് ധാതു ഉഭയപതി ആയതുകൊണ്ട് യജൻ എന്നും പറയാം, യജമാനഹ എന്നും പറയാം. അങ്ങനെ ക്രിയാപദങ്ങളിൽ നിന്ന് നാമപദങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന 2 പ്രത്യയങ്ങളാണ് ശതൃശാനച്ച് പ്രത്യയം.
അതിനൊരു പേരുണ്ട്. സദൃശാനജോ എന്നുള്ള ഒരു പേരുണ്ട്. സത്ത് എന്നാണ് അതിന്റെ പേര്. സാറേ ഈ വെള്ളം ജലഭ്രാണം എന്ന് പറയുന്നിടത്തെ വെള്ളം വിഭ്രാണം രൂപമാണ്. ശാനഗന്ധമാണ്. പോലെ തന്നെ നിദ്രാണമൊക്കെ ഉണ്ടല്ലോ, അതുപോലെയുള്ള രൂപമാണ്. ഷാനച്ച് എന്നാണ് പ്രത്യയം. ആ പ്രത്യയത്തില് പലപ്പോഴും ആനാനെ നമ്മൾ കേൾക്കുന്നു. ഈ ആനയ്ക്ക് ഒരു മകാരവും കൂടി വന്നിട്ട് മാന എന്നായിട്ട് മാറും. അതാണ് യജമാനനും ഭവമാനനും ഒക്കെ ഉണ്ടാവുന്നത്. ഏധമാനനും മന്യമാനനും ഒക്കെ ആയി തീരുന്നത് ഇയാളാണ്, ഈ ശാനച്ച് തന്നെയാണ്. അപ്പൊ നാന്താത് തന് എന്നുള്ള പദത്തിൽ നിന്ന് പരമരിക്കുന്ന സകാരാദിയായ ശബ്ദം, അതായത് സഹ എന്ന് പറയുന്നത്. തന് സഹ എന്നിരിക്കണം. തന് സഹ വിദ്യമാനനായ അയാൾ എന്നർത്ഥം. തന് സഹ. അതിന് ദുഡാഗമം വന്നു കഴിഞ്ഞാൽ തന് ധ സഹ. ആ ധകാരത്തിന് ജസ്തും വന്നു ചർത്തും വന്നാൽ തന് ത സഹ, തൻസഹ എന്ന് രൂപം കിട്ടും. വികല്പ വിധിയാണ്, വന്നില്ലെങ്കിലോ തൻസഹ എന്നും കിട്ടും. തൻസഹ തൻത് സഹ എന്നും വരാം. പരീക്ഷയ്ക്കൊക്കെ എഴുതുമ്പോഴാണ് ഇതിന്റെ ബുദ്ധിമുട്ട് ശരിക്കും അറിയാം. ഏത് സൂത്രം കൊണ്ടാണ് ഇതൊക്കെ വന്നത് എന്നും ലോപിച്ചു പോയത് എന്താണ് എന്നൊക്കെ ഓർത്താൽ മാത്രമേ നമുക്ക് മാർക്ക് തരാൻ പറ്റുള്ളൂ. പക്ഷെ സ്പഷ്ടമായിട്ട് മനസ്സിലാക്കിയാലോ ഇത്ര എളുപ്പമാണ്, വേറൊരു വിഷയം ഇത്ര നിസ്സാരമാണ് ഈ കാര്യം എന്ന് തോന്നുകയും ചെയ്യും. തനത്ത് സഹ എന്ന് പറയും. അപ്പോ ഇത് ഈ സൂത്രം കൊണ്ട് ഇപ്പൊ എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, ആഗമങ്ങൾ എങ്ങനെയാണ് ശാസ്ത്രത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളൊരു കാര്യം ഇവിടെ നമ്മളോട് പറഞ്ഞു. ഇനി പറയാൻ പോകുന്നത് തുക്ക് എന്നുള്ളൊരു ആഗമം വരും എന്നാണ് പറയാൻ പോണത്. തുക്ക്. ഈ തുക്ക് എന്നുള്ള ആഗമത്തിൽ ഇപ്പൊ കേട്ട് കഴിഞ്ഞാൽ അത് കിത്തായ ആഗമാണെന്ന് പറയാൻ പറ്റുമല്ലോ. കിത്തായിട്ടുള്ള ആഗമാണ് തുക്ക്. കകാരം ഇത്തായിട്ടുള്ളതിനെയാണ് കിത്ത് എന്ന് പറയാം. തുക്കിലെ ഉകാരവും ഇത്താണ്, കകാരവും ഇത്താണ്. അപ്പൊ അതുകൊണ്ട് അവശേഷിക്കുന്നത് ത എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. ത എന്ന് മാത്രമേ ഉള്ളൂ. കിത്താണ്. അതിന്റെ ലക്ഷണം എന്താണ്? കകാര ഇത്തായിട്ടുള്ളതാണ്. അപ്പൊ പറയാം തത്ക്രമാത് ആദ്യന്താവയവോസ്തഹ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കിത്തായ ആഗമങ്ങൾ അന്താവയവമായിട്ടാണ് വരിക. ഏതിനാണോ വിധിച്ചത് അതിന്റെ അന്താവയവമായിട്ടാണ് അത് വരിക എന്നുള്ള കാര്യം മനസ്സിലുണ്ടാവണം. അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അടുത്ത സൂത്രം പറയാൻ പോകുന്നത്. ഷി തുക്. ശകാരം പരമിരിക്കുമ്പോൾ തുക് എന്നുള്ള ആഗമം വരും എന്ന് പറയാൻ പോവാണ്. ശകാരം പരമിരിക്കുമ്പോൾ തുക് എന്നുള്ള ആഗമം വരും. ആർക്കാണത് എന്നൊക്കെ ആലോചിക്കണ്ടേ. പദാന്തസ്യ നസ്യ. പദാന്തമായ നകാരത്തിന് ക്ഷേപരേ. ശകാരം പരമിരിക്കുമ്പോൾ പദാന്തമായ നകാരത്തിൽ നിന്ന് ശകാരത്തിൽ ആരംഭിക്കുന്ന ഒരു പദം ഉണ്ടാവണം. അങ്ങനെ വരുമ്പോൾ നകാരത്തിനാണ് വരിക. വരുന്ന ആള് തുക്കാണ്, കിത്താണ് അയാൾ. അതുകൊണ്ട് എവിടെ വരും? അതിന്റെ അന്താവയവമായിട്ട് വരും. അതായത് നകാരത്തിന് ശേഷം അത് പ്രവർത്തിക്കുന്നു എന്നാണ്. ക്ഷേപരേ തുക് വാ സ്യാത്. തുക്ക് പക്ഷേ വരും എന്ന് പറയാൻ പോവാണ്. അത് പറയണമെങ്കിൽ, ആ രൂപം പറയണമെങ്കിൽ ഇതിനു മുമ്പ് പഠിച്ച 4-5 സൂത്രങ്ങൾ പറയുമ്പോഴേ അതിന്റെ ഉദാഹരണം പൂർണ്ണമാവുള്ളൂ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. കാരണം സന് ശംഭു എന്നാണ് ഇരിക്കണത്. സന് ശംഭു എന്നിരിക്കുമ്പോൾ തുകാഗമം വന്നാൽ സന് ത ശംഭു എന്നായി മാറി. തുകാഗമം വന്നാൽ സന് ത ശംഭു. ഇനി ആദ്യം സ്തോശുനാശ്ചുഹു, അത് 2 തവണ പ്രവർത്തിക്കും. തന് ത എന്നുള്ള സ്ഥലത്ത് തകാരത്തിന് സ്തോ വന്നു കഴിഞ്ഞാൽ ചകാരം വരും. നകാരത്തിന് ഇത് വന്നു കഴിഞ്ഞാൽ അതിന് ഞ എന്ന് വരും. അപ്പൊ സന് ച എന്നായി മാറി.
ഇനി ഈ ശകാരത്തിന് നമ്മൾ മുമ്പ് പഠിച്ച ശകാരം കൂടി വന്നു കഴിഞ്ഞാലോ ശകാരായി. അപ്പോ എന്തായി? സഞ്ഞ് ശംഭു എന്നായി മാറും. ഇതാണ് ഇങ്ങനെ മുമ്പ് പഠിച്ച കാര്യങ്ങളൊക്കെ ഓർത്താലേ ഈ സൻശംഭുവിനെ ഒന്ന് ശരിയാക്കി എടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് അടുത്ത ക്ലാസ്സിൽ വിസ്തരിച്ച് പറഞ്ഞുതരാം. നമസ്തേ മാഷ്. നമസ്തേ, എല്ലാവർക്കും നമസ്കാരം. നമസ്കാരം സർ. നമസ്തേ. താങ്ക് യു സർ. നമസ്തേ. നമസ്തേ ടീച്ചറെ. നമസ്തേ.